അപ്പോൾ ഇന്നത്തെ വീഡിയോ തക്കാളിയും പയറൊക്കെ ഉപയോഗിച്ചിട്ട് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു രൂപമാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ചോറിനൊക്കെ ഇതുണ്ടെങ്കിൽ വേറെ കറിയുടെ ഒരു ആവശ്യമില്ല കേട്ടോ. അതിനായിട്ട് ആദ്യം തന്നെ 1/2 കിലോ പയർ ഇതേപോലെ കുനുകുനാന്നുണ്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുണ്ടല്ലേ ഇതേപോലെ. അപ്പോൾ ഇതിനായിട്ട് ഏത് പയറും പറ്റും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് മൊത്തത്തിലുണ്ട് അരിഞ്ഞെടുക്കാം. പിന്നെ ഒരു മിക്സിയുടെ ജാർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 തക്കാളി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നല്ല പേസ്റ്റ് രൂപത്തിലുണ്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. സ്റ്റവ് വെച്ചതിന് ശേഷം ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉരുളി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞാണ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുത്തു നമ്മൾ. അതിനുശേഷം ഒരു സവാള നൈസാക്കി അരിഞ്ഞാണ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. അതിനോടൊപ്പം തന്നെ നമ്മളെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ചിലരൊന്നും ഒരു ലൈക്ക് പോലും തരുന്നില്ല. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് വീഡിയോ കാണുക. ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ പയർ വാങ്ങുമ്പോൾ ഒരു വട്ടമെങ്കിലും എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണേ. അടിപൊളിയാണ് കേട്ടോ. ഇത് ഏകദേശം ആയിട്ടുണ്ട്. അത് മതി. ഇനി തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ലൊരു കളർ ഉണ്ടാവും. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒന്നുകൊണ്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. കരിഞ്ഞു പോകരുത് കേട്ടോ, അത് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 1 മിനിറ്റ് വരെ നമ്മളൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പയർ കണ്ടില്ലേ, കുരുകുനാന്നരിഞ്ഞ പയർ നല്ല കഴുകി വൃത്തിയാക്കി എടുത്താണ്. ഇതൊരു 1/2 കിലോ ഉണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ടേ ഒരു 5 മിനിറ്റ് ഉണ്ട് ചെറിയ തീയിൽ തന്നെ വേവിച്ചെടുക്കുക കേട്ടോ. ഇതിൽ വെള്ളമൊന്നും നമ്മൾ പാർന്നിട്ടില്ല. അപ്പോൾ പയറിൽ തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. ആ വെള്ളം കൊണ്ട് തന്നെ ഇത് വേവണം കേട്ടോ. അപ്പോൾ തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുക. തുറന്നിട്ട് ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ ഇത് അടി പിടിക്കും. വേവട്ടെ. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം അരച്ച് വെച്ച തക്കാളി ഉണ്ടല്ലോ, അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തു. ഇനി ഇത് മൂടി വെച്ചിട്ടേ തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടി വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ 15 മിനിറ്റോളം വേവിച്ചെടുത്തു കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ആ മസാലയൊക്കെ പയറിലേക്കാണ് പിടിച്ചല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഇത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ സംഗതി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക അതേപോലെ. അപ്പോൾ സംഗതിയുള്ള അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത്ര പണിയുള്ളൂ അല്ലേ. നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പയർ വാങ്ങുമ്പോൾ ഒരു വട്ടമെങ്കിലും എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിന് വേറെ കറികളൊന്നും വേണ്ട, ഇത് മാത്രം ഉണ്ടെങ്കിൽ തന്നെ ചോറ് ഇഷ്ടം പോലെ കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.